അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഷോയാനാണെങ്കിൽ ഇപ്പോൾ ഹാമിങ്ങിന്റെ അമ്മയെ കാണാനായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ പെറ്റ്സിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഷോയാനാണെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി ഇവരുടെ അടുത്തേക്ക് ചെന്ന് ഇവള് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആന്റിക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇവള് ഒരു സ്കാർഫ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇവരാണെങ്കിൽ അത് ജസ്റ്റ് നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള അവിടെയുള്ള മാ എന്ന് പറയുന്ന ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്ന് എന്ത് ഗിഫ്റ്റാ കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു നോക്കുന്നു. എന്നിട്ട് ഷോയാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, ഇത് നിന്റെ അമ്മായിയമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതുപോലെ വർക്ക് വരുന്ന ഐറ്റംസ് ഒന്നും ഇവളെ യൂസ് ചെയ്യാറില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, ഇനിയെങ്കിലും അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലാത്ത പക്ഷം സ്വയം നാണം കിടും എന്ന് പറഞ്ഞ് ഇവളെ തന്നെ അത് തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ഹോമിങ്ങിന്റെ അമ്മയും ഒന്നും പറയുന്നില്ല. അവര് പെറ്റ്സിനെ കളിപ്പിക്കാനായിട്ട് പോകുന്നു. ഇവൾക്ക് അത് നല്ല ഫീൽ ആവുന്നു. ഇവള് അത്രയും കാര്യത്തോടു കൂടി കൊണ്ടുവന്നതാണല്ലോ. എന്നാൽ അവിടെയുള്ള മറ്റൊരു ലേഡി ആണെങ്കിൽ അതും ഇവരുടെ ഫ്രണ്ട് തന്നെയാണ്. അവര് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് ഇവളോട് വന്ന് സംസാരിക്കുന്നത്. നീ വിഷമിക്കണ്ട, അവൾക്ക് ഈ ടൈപ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലാതെ വേറൊന്നും വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ഹമിങ്ങിന്റെ അമ്മയും എനിക്ക് ഇതുപോലത്തെ ഒരുപാട് കളറുണ്ട്, ഇത് കുറച്ചുകൂടി ഫെയർ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ചേരുന്നത്, അതുകൊണ്ട് നീ തന്നെ യൂസ് ചെയ്തോ എന്ന് പറയുമ്പോ ഇവള് വേറൊന്നും പറയുന്നില്ല. എന്നാൽ അപ്പോ ഈ ഒരു മെങ് എന്ന് പറയുന്ന ലേഡി ആണെങ്കിൽ നമ്മൾ മുന്നേ തന്നെ കണ്ടിരുന്നല്ലോ, വീടൊക്കെ ഒരുമിച്ച് നോക്കാൻ പോയത്. ആ ഒരു ലേഡി ആണെങ്കിൽ ഹോമിങ്ങിന്റെ അമ്മയോട് വന്നിട്ട് എനിക്കെന്തോ ഈ പെൺകുട്ടി അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, ഒരു കാര്യത്തിൽ ഒരു ടേസ്റ്റും ഇല്ല, നീ ഒന്നുകൂടി ഇവളെ മരുമകളാക്കുന്ന കാര്യം ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഷുയാൻ കേൾക്കുന്നുണ്ട്. സോ ഇവള് ഒന്നും പറയുന്നില്ല, അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്നാൽ അതിനുശേഷം ഇവളാണെങ്കിൽ ഇപ്പോ ഇവിടുത്തെ സെർവന്റുമായിട്ട് ഒരു ഷോപ്പിങ്ങിനായിട്ട് എത്തിയിരിക്കുകയാണ്. അവരോടൊപ്പം അവരും ഇവളോട് നിങ്ങൾ എന്ത് കൈൻഡ് ആണ് മാഡം, എന്റെ കൂടെയൊക്കെ ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വരേണ്ട വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങളെ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ, നിങ്ങളുടെ ഫുഡൊക്കെ ഹാമിങ്ങിന്റെ ഫാമിലി വളരെ രസിച്ചല്ലേ കഴിക്കുന്നത്, ചൈനീസ് ഐറ്റംസ് ആയാലും വെസ്റ്റേൺ ഐറ്റംസ് ആയാലും എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്തത്, എനിക്കും കുറച്ചൊക്കെ പഠിപ്പിച്ചു തരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇവര് അതിനെന്താ പഠിപ്പിച്ചു തരാലോ എന്ന് പറഞ്ഞിട്ട് അവര് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു. സോ അതിന്റെ ഇടയ്ക്ക് ഇവളാണെങ്കിൽ ഇവരോട് ഞാൻ നിങ്ങളിൽ ഒരു പ്രത്യേക ക്വാളിറ്റി കണ്ടു, നിങ്ങൾ ഹോമിങ്ങിന്റെ ഫാമിലി ആയാലും ആന്റിയുടെ ഫ്രണ്ട്സിനെ ആയാലും എന്ത് നന്നായിട്ടാ ഒരുപോലെ കൊണ്ടുപോകുന്നത്, അവർക്കെല്ലാം നിങ്ങൾ വലിയ ഇഷ്ടമാണല്ലോ എന്ന് പറയുമ്പോൾ ഇവര് എന്റെ പൊന്നു മോളെ, അവരെയൊക്കെ കൈവെള്ളയിൽ കൊണ്ട് നടന്നില്ലെങ്കിൽ ആ വീട്ടിലെ എന്റെ ജോലി പോകും, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാൽ മതി അപ്പൊ തന്നെ അവര് മാഡത്തിനോട് പറഞ്ഞ് എന്റെ ജോലി കളയിപ്പിക്കും, അതുകൊണ്ട് എനിക്ക് വളരെ താഴ്ന്ന അവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഇവര് അല്ല, ഹോമിങ്ങിന്റെ അമ്മ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡിയല്ലേ, അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ലേ, പിന്നെ എങ്ങനെയാ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവര് മാഡം അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഒഴിച്ച് അവര് പറയുന്നതാണ് മാഡത്തിന് ഏറ്റവും വലിയ വേദവാക്യം. ഇതിനു മുന്നേ മിസ്റ്റർ ഹാമിങ് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് ഫാമിലിക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാഡത്തിനും ആ പെൺകുട്ടിയെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ പെണ്ണുങ്ങളാണ് ആ പെൺകുട്ടിയുടെ എല്ലാ കുറ്റവും കുറവുകളും പറഞ്ഞു കൊടുത്ത് മാഡത്തിനെ കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്യിപ്പിച്ചത്. അത്രയ്ക്ക് ഹോൾഡ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് മോൾ ആ കുടുംബത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മാഡത്തിന്റെ ഫ്രണ്ട്സിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം എത്ര വലിയ ഇമ്പോർട്ടന്റ് ആണ് ഹോമിങ്ങിന്റെ അമ്മയ്ക്കെന്ന്. സോ അവരെ ഫസ്റ്റ് കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഇവളുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം എന്നും ഇവൾക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഇവള് സമയം കണ്ടെത്തി ഹോമിങ്ങിന്റെ അമ്മയും ഫ്രണ്ട്സും പുറത്ത് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് വരുമ്പോ ഇവളും കൂടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇവൾ അവിടെ കിടന്ന് ബോൾ വർക്കാണ്. അപ്പോ ഇവരുടെ ഫ്രണ്ട്സ് അല്ല നീയാണോ അവളെ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവരും അതെ, അവള് ഇന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വരാൻ പറഞ്ഞു, കൂടുതൽ പരസ്പരം മനസ്സിലാക്കുമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരിക്ക് ടെന്നീസ് കളിക്കാൻ അറിയില്ലെന്ന്. പിന്നെ അവള് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു എന്ന് പറയുമ്പോ ഇവരും നീ അവളുടെ പാരന്റ്സിനെയൊക്കെ മീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഹാമിങ്ങിന്റെ അമ്മയും വലിയ കാര്യത്തിൽ തന്നെയാണ് അവളുടെ പാരന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവര് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലിയാണ് എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴും ഈ പെണ്ണുങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ ഇവളുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവരോട്. അതൊക്കെ തന്നെ ഷുയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ഇവളുടെ അടുത്തേക്കാണെങ്കിൽ ആ കൂട്ടത്തില് കുറച്ച് നന്നായിട്ട് പെരുമാറുന്ന ഒരു ആന്റി ഉണ്ടല്ലോ, അവരുടെ പേര് മെലിൻ എന്നാണ്. അവരാണെങ്കിൽ ഇവള് ബോൾ വെക്കുന്ന സമയത്ത് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതാ കോച്ച് പറക്കി വെച്ചോളും, നീ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല, നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് എന്ന് പറയുമ്പോൾ ഇവളും അത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോഴേക്കും ഇവിടെയാണെങ്കിൽ ഇവരോടൊപ്പം കളിക്കാൻ വരുന്ന മറ്റ് അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇവരോട് വന്നിട്ട് ഇവരെ കുറിച്ച് പൊക്കി സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ എന്ത് സുന്ദരികളാണ്, എന്ത് നന്നായിട്ടാണ് ബോഡി കൊണ്ടുപോകുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ മറ്റൊരു സ്ത്രീ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി അവരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. അവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തലക്കനമുള്ള സ്ത്രീയാണ്. പക്ഷെ ഇവര് മൂന്നുപേരും ആ ഒരു സ്ത്രീയോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അവരെ ഒരു അസൂയയിലാണ് നോക്കുന്നത്. ആ ഒരു കാര്യം ഷുയാൻ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെലിനോട് അല്ല
ആ ഒരു ലേഡി ആരാ എന്ന് ചോദിക്കുമ്പോ ഇവരും അത് ബ്ലൂ ഫെയർ ക്യാപിറ്റൽ എന്ന വലിയൊരു കമ്പനിയുടെ ഡയറക്ടറാണ്. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അതിലും വലിയ കോടീശ്വരൻ. പുള്ളിക്കാരി ആരോടും അത്ര വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല. ഇവിടത്തെ മെയിൻ താരം അവരാ. ഞാൻ പോലും ഒരുപാട് തവണ പല ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു തരത്തിലും നടന്നിട്ടില്ല. എന്ന് പറയുമ്പോ ആ ഒരു ലേഡി ഈ ഹാമിങ്ങിന്റെ അമ്മയ്ക്കും അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഹോബിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ മെലിനും ഇവളോട് ഇവർക്ക് പ്രത്യേകിച്ച് ഹോബികളൊന്നുമില്ല, പക്ഷെ ഒരു കൾച്ചറൽ ഡാൻസിനോട് ഭയങ്കര ക്രേസ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവര് സ്വന്തമായിട്ട് പൈസ മുടക്കി എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി ആ ഒരു ലേഡി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഒരുപാട് സമയം നിരീക്ഷിച്ചിട്ട് അവരെല്ലാ സ്റ്റെപ്പും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വാട്ടർ സ്ലീവ് എന്ന് പറയുന്ന ഒരൊറ്റ മൂവ്മെന്റ് അവർക്ക് എത്ര ശ്രമിച്ചിട്ടും ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അത് ഇവള് മനസ്സിലാക്കിയിട്ട് ഇവളും അവിടെ ജോയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു അത് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് തനിക്ക് ഈ ഒരു വാട്ടർ സ്ലീവിന്റെ സ്റ്റെപ്പ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ ടീച്ചർ അത് ബിഗിനേഴ്സിന് പറ്റിയ സ്റ്റെപ്പ് അല്ല, നല്ല രീതിയിൽ എല്ലാ മൂവ്മെന്റ്സും കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇല്ല, തനിക്ക് വേറെ ഒന്നും പഠിക്കണ്ട, തനിക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറും ഇവളെ അത് പഠിപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നു. സോ പിന്നെ ഇവളുടെ ലൈഫ് സ്റ്റൈലിലോട്ട് തന്നെ ആ ഒരു സ്റ്റെപ്പ് കൊണ്ടുവരികയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇവൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ജോലിയിലായിരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഒരുങ്ങുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എല്ലാം തന്നെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോലും ഇവൾ ഒരുപാട് സമയം അതിനു വേണ്ടി തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. സോ ഇവൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു സ്റ്റെപ്പ് ഫുള്ള് പഠിച്ചെടുത്തിരിക്കുകയാണ്. ആ ഒരു കാര്യം ഈ ഒരു ലേഡി ആണെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ പേര് ലീ എന്നാണ്. സോ ഇവര് ടീച്ചറിനോട് അല്ല, ഈ കുട്ടി ഇപ്പൊ ജോയിൻ ചെയ്തത് വല്ലതാണോ, ഞാൻ മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചറും അതെ, ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരി നല്ല സ്മാർട്ടാണ്, കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത്രയും ടഫ് ആയിട്ടുള്ള സ്റ്റെപ്പ് പഠിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ ഇവരതിൽ ഇംപ്രസ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഷൂയാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു ലേഡി ആയിട്ട് തന്നെ അവളെ സമീപിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണല്ലോ ഇവൾ ഇതെല്ലാം ചെയ്തത്. സോ ഇവര് ഇവളോട് വന്ന് പുതിയതാണല്ലേ, ടീച്ചർ പറഞ്ഞു നിങ്ങൾ വളരെ പെട്ടെന്ന് ആ സ്റ്റെപ്പൊക്കെ പഠിച്ചെടുത്തതെന്ന് എന്ന് പറയുമ്പോൾ ഇവള് അതെ, എനിക്ക് കുട്ടിക്കാലം മുതലേ ഇതിനോട് ഭയങ്കര ക്രേസ് ആണ്, പണ്ട് മുതലേ ഇത് പഠിക്കാൻ ആഗ്രഹിച്ചതാ, പക്ഷെ സമയം കിട്ടിയില്ല, ഇപ്പോ കുറച്ച് സമയം കിട്ടിയപ്പോ പഠിക്കാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇവരും എനിക്കും ചെറുപ്പം മുതലേ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്, ഞാൻ ഈ അടുത്ത് ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഞാനാണ് അതിന്റെ ഓർഗനൈസർ, അപ്പൊ പിന്നെ ഈ ഒരു സംഭവം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്നെ നോക്കി ചിരിക്കില്ലേ, അതുകൊണ്ടാണ് ഞാനും പഠിക്കാന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞ് ഇവരെ ഇവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. എന്നിട്ട് ഇവള് തന്നെ ഈ ഒരു വാട്ടർ സ്ലീവ് എന്ന് പറയുന്ന സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ കുറച്ച് കമ്പനി ആവുന്ന സമയത്താണെങ്കിൽ ഇവളുടെ മൂവ്മെന്റ്സ് കണ്ട് അല്ല, നിങ്ങൾ ശരിക്കും ഡാൻസ് വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല, ഞാനൊരു ഹോസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവര് ശരിക്കും ഹോസ്റ്റ് ആണോ, നിങ്ങള് എവിടെ വർക്ക് ചെയ്യുന്നത്, ഏത് ഷോയിലാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളും ആ ഒരു ഷോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും താൻ ഇടയ്ക്കൊക്കെ അത് കാണാറുണ്ട്, സെലിബ്രിറ്റീസിനൊക്കെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കുക്കിംഗ് ഷോ നടത്തുന്ന പ്രോഗ്രാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങള് സെലിബ്രിറ്റീസിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളെ പോലെ വിവിധ മേഖലയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ സോറി, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, ഇപ്പോ എനിക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അവളെ കൂടുതൽ നിർബന്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇവൾക്ക് അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് മെലിനെ വന്ന് കണ്ട് ഈ ഒരു ലീ എന്ന് പറയുന്ന ലേഡി ഞങ്ങളുടെ ഫാമിലി ഫീസ്റ്റ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവരത് കേൾക്കേണ്ട താമസം ലീ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. സത്യത്തിൽ ഇവൾ ആ ഒരു പ്രോഗ്രാം ഇതുവരെ സെറ്റ് പോലും ചെയ്തിട്ടില്ല, പക്ഷെ ഇവള് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉയർന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ള ലേഡീസിന്റെ ലിസ്റ്റ് ഇവരെ കാണിക്കുകയാണ്. അതിനുശേഷം പിറ്റേന്നാണ് മാനേജറിനോട് വന്ന് ഇവളുടെ ഈ ഒരു പുതിയ ഐഡിയ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു റേറ്റിംഗും ഇല്ലാതെയാണല്ലോ മുന്നോട്ട് പോകുന്നത്, സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ട് പോലും. അതുകൊണ്ട് തന്നെ ഇയാള് ആദ്യം ഈ ഒരു കാര്യത്തിനോട് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിസ്റ്റ് കാണിച്ചിട്ട് ഇവരെല്ലാം ഇതിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇയാള് ഷോക്കാവുകയാണ്. കാരണം വളരെ കോടീശ്വരും ഹൈ സ്റ്റാറ്റസിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇതിലുള്ളത്. എന്തായാലും ഇവള് അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ആ ഒരു ഐഡിയ ഇഷ്ടപ്പെടുകയാണ്. ഇയാളോട് ഇപ്പൊ തന്നെ നമ്മൾ 3 വർഷം കൊണ്ട് ഈ ഒരു ഷോ ചെയ്യാണ്, സെലിബ്രിറ്റീസിനോടൊന്നും ഈ ഒരു ഷോയിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല, ഓഡിയൻസും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവർക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ള പല ഫീൽഡില് യൂസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്നാൽ അത് നല്ല കാര്യം തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇയാള് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് ആ ഒരു പ്രപ്പോസല് മുന്നോട്ട് നീക്കിക്കൊള്ളാനായിട്ട് പറയാണ്. അപ്പോ ഷോയാൻ ഇയാളോട് ഇത് ഓക്കെ ആണെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഹോസ്റ്റ് ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ ഇയാള് വേറൊന്നും പറയുന്നില്ല. ശരി, ഞാൻ നിനക്ക് ഒരു ചാൻസ് തരുവാണ്, നീ എന്ത് വേണോ ചെയ്തോ,
ഇത് സക്സസ്ഫുൾ ആയാൽ മാത്രം മതി എന്ന് പറയാണ്. ഇവൾ വളരെ ഹാപ്പി ആവുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ആ ഒരു മെയിൻ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലീ എന്ന് പറയുന്ന ലേഡി തന്നെയാണ്. അവര് വരാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു മാനേജർ തന്നെ ആ ഒരു പ്രോഗ്രാമിന് ഓക്കെ പറഞ്ഞത്. പക്ഷെ ഇതുവരെയും ഇവർ സമ്മതിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. സോ ഇവളെ നേരെ വന്ന് ഇവരോട് വീണ്ടും ആ ഒരു ഷോയിൽ വരുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് ഇതിനോട് താല്പര്യമില്ലെന്ന്, എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഇവരെ കാണിക്കുന്നു. അതിലാണെങ്കിൽ ഈ ഒരു ലേഡി ആരെയൊക്കെയാണോ കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്ക് കാണാൻ പറ്റാത്തത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഒരുപാട് പേരെ സമീപിക്കേണ്ടി വരുമല്ലോ. പക്ഷെ എല്ലാവരും ഒന്നും എത്ര ഹോൾഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് കാണാൻ സാധിക്കില്ല. സോ അവരെയൊക്കെയാണ് ഇവള് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നീ എന്നെ പറ്റി കാര്യമായിട്ട് അന്വേഷിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷുയാൻ ഞാനിത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ നിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിലും എനിക്ക് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഷുയാൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അവരുമായിട്ട് പെട്ടെന്ന് ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ വഴിയിലൂടെ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷെ എന്റെ ഷോയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് നാച്ചുറലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു ദോഷവും തരില്ല. പോകെ പോകെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറയുകയും ചെയ്യാം എന്ന് പറയുമ്പോഴും പക്ഷെ എനിക്ക് കുക്കിംഗ് ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. ഈ ഒരു ഷോയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു കൾച്ചറൽ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ഒരു വെടിക്ക് നിങ്ങൾക്ക് 2 പക്ഷികളെയാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഷോ ഒരുപാട് പേരിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ പ്രോഗ്രാമിലേക്ക് ഒരുപാട് പേര് അറിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവരവിടെ വീഴുകയാണ്. ഇവർക്ക് ഇവളുടെ ആ ഒരു പ്രൊപ്പോസൽ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു ഷോയിൽ എത്തി ഇവരുടെ ആ ഒരു കൾച്ചറൽ ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊമോഷന്റെ പോലെ ഭാഗമായിട്ട് ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന രീതിയിൽ ഇവർ ആ ഒരു കൾച്ചറൽ ഡാൻസ് പെർഫോം ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഇന്റർവ്യൂ എന്ന പോലെ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഷുയാൻ തന്നെയാണ് ഹോസ്റ്റ് ആയിട്ട് ഉള്ളതും. ഇവരെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. അവർ പരിചയപ്പെട്ടതിന് ശേഷം ഇവരുടെ ആ ഒരു കുക്കിംഗ് ഷോയിലേക്ക് കടക്കാണ്. വളരെ ആസ്വദിച്ച് ഒരു ബോണ്ടിങ് ഒക്കെ പരസ്പരം ഉണ്ടാക്കിയിട്ടാണ് അവർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു പ്രോഗ്രാമും ടെലികാസ്റ്റ് ആയി ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തില് മെലിൻ മാത്രമാണല്ലോ ആ ഒരു ഷോയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ബാക്കി 2 പേർക്ക് കുറച്ച് അസൂയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവരെ ഒന്ന് ഇംപ്രസ് ആക്കാൻ വേണ്ടി അവരോട് ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇവരെയും ക്ഷണിക്കുകയാണ്. ഇവരും നല്ല സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾ തന്നെയാണല്ലോ. അവർക്കത് കേട്ട് ഭയങ്കര സന്തോഷമാവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഷോയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ ഹെയറും സ്കിന്നും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. സോ ഇവർക്ക് ഇപ്പൊ ഭയങ്കര ഒരു ഇംപ്രഷൻ ഇവളോട് തോന്നുകയാണ്. അവരുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുന്നിൽ ഇവരിപ്പോ കുറച്ച് ആളായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവളോടുള്ള ആ ഒരു മനോഭാവം ഒക്കെ ചേഞ്ച് ആവുകയാണ്. അതിനുശേഷം എല്ലാവരെയും തന്നെ ആ ഒരു കുക്കിംഗ് ഷോയിൽ ഇവളെ പങ്കെടുപ്പിക്കുന്നു. ആ ഒരു ലീ എന്ന് പറയുന്ന ലേഡി ഉൾപ്പെടെ ഇവരോടൊപ്പം ഉണ്ട്. ഈ ഒരു ആന്റിയും ഫ്രണ്ട്സും എല്ലാവരും തന്നെ അവരുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുകയാണ്. ഇവർ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ. അതൊരു ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കാണ്. അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസും എല്ലാവരും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തു കഴിഞ്ഞു. നല്ല റേറ്റിംഗും കാര്യങ്ങളോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളെ ഇവളെ തെറി വിളിച്ചുകൊണ്ടിരുന്ന മാനേജർ തന്നെ ഇവളെ വിളിച്ച് ഇപ്പൊ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സിവേ ആയിരുന്നല്ലോ ഈ ഒരു പ്രോഗ്രാമിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവളെ ഇതിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. വേറൊരു സൈഡിലേക്ക് മാറ്റി പകരം ഇവൾക്ക് ആ ഒരു സ്ഥാനം പൂർണ്ണമായിട്ടും കൊടുക്കുന്നു. ഇവളോട് തന്നെ ആ ഒരു പ്രോഗ്രാം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ്. മാത്രമല്ല ഇവളുടെ സാലറിയും കൂട്ടാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ആ ഒരു ഹോസ്റ്റിന്റെ ഷോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ദിവസം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിവേ ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വന്ന് അവൾക്ക് അപ്പൊ തന്നെ മേക്കപ്പ് ഇടാനായിട്ട് പറയാണ് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട്. അപ്പോ അല്ല മാഡം നിങ്ങൾക്ക് 4 മണിക്കൂർ കഴിഞ്ഞല്ലേ ഷോ ഉള്ളത്. ഇപ്പോ ഞാൻ മിസ് ഷുയാനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ തന്നെ മേക്കപ്പ് ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഷുയാൻ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, അവൾക്ക് മേക്കപ്പ് ഇട്ടെടുക്കാനായിട്ട് പറയാണ്. അവരും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഷുയാനാണെങ്കിൽ ഇവളോട് നിനക്ക് ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് അല്ലേ ഉള്ളത്, ഇപ്പോഴേ മേക്കപ്പ് ഇടുകയാണെങ്കിൽ അതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ നല്ല ഡള്ളാവും, വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നീ ആരാണ് നിന്റെ വിചാരം, 1-2 എപ്പിസോഡ് കഴിഞ്ഞെന്ന് വിചാരിച്ച് നീ വലിയ ആളാണെന്ന് വിചാരിക്കണ്ട, ഇതൊക്കെ നീ നേടിയെടുത്തത് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ സപ്പോർട്ട് ഉണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഷുയാൻ എനിക്ക് എന്റെ കഴിവുകൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെയും എന്റെ ടീമിന്റെയും ഹാർഡ് വർക്ക് കൊണ്ടാണ്. അതിനെനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് നിനക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ
അത് നിന്റെ അസൂയ കൊണ്ട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരികയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഒരു ദിവസം നൈറ്റ് ഓവർ ടൈം വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ടിവിയിൽ ഒരു ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുന്നത് ഇവളെ വളരെ ഇതായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് കുട്ടിക്കാലം മുതലേ തന്നെ ഹൃദയ സംബന്ധമായ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. പക്ഷെ അത് അവളുടെ മുത്തശ്ശി ഇവൾക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് അത് പൂർണ്ണമായിട്ടും ഓക്കെ ആക്കി. ആ ഒരു സമയത്ത് ഇവള് എപ്പോഴും ന്യൂസ് തന്നെ ആയിരുന്നു കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരു ന്യൂസ് ആങ്കർ ആവുക എന്നുള്ളത് ഒരു അംബീഷൻ ആയിട്ട് മനസ്സിൽ കയറിക്കൂടിയ കാര്യമാണ് കുഞ്ഞിലെ തന്നെ. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ളതായിരുന്നില്ലല്ലോ. ഇവൾക്ക് പ്രത്യേകിച്ച് ഹോൾഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവൾക്ക് ഇപ്പോൾ ഇതുവരെയൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ആ ഒരു ന്യൂസ് ആങ്കർ എന്ന് പറയുന്ന പൊസിഷൻ അത്ര എളുപ്പമല്ല. സോ ഇവള് അതങ്ങനെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുമ്പോൾ ഹോമിങ് ഇവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് അവൻ വരുന്നത്. പക്ഷേ ഇവള് ഓവർ ടൈം വർക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ ഇവളോടൊപ്പം കൂടുന്നു. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ഇവൾക്ക് പേളിന്റെ ഒരു മാല ഗിഫ്റ്റ് ചെയ്യാണ്. അത് കണ്ട് ഇവള് അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പൊ തരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ നേടിയിരിക്കുന്നത്, നീ ആഗ്രഹിച്ച ഹോസ്റ്റ് പൊസിഷൻ കിട്ടിയിരിക്കുകയല്ലേ, സോ അതിന്റെ ഒരു റിവാർഡായിട്ടാണ് എന്ന് പറഞ്ഞാണ് ഇവൾക്ക് ഇത് നൽകുന്നത്. ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. അപ്പോ ഇവളോട് ഞാൻ വിചാരിച്ചത് നിനക്ക് പ്രത്യേകമായിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഇവള് പ്രോഗ്രാം ഹോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കൊന്നും പ്രത്യേക ഓഫീസില്ല, അത് ന്യൂസ് ആങ്കർക്ക് മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഇവൻ എങ്കിൽ പിന്നെ നീ ന്യൂസ് ആങ്കർ ആവാനായിട്ട് പറയാണ്. അപ്പൊ ഇവള് അതത്ര ചെറിയ കാര്യമൊന്നും അല്ല, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഞാനിപ്പോ ഒരു ഹോസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിന്റെ എക്സ്പീരിയൻസ് തന്നെ എനിക്കിനി ഒരുപാട് നേടാനുണ്ട്, അതുകൊണ്ട് അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഇവൻ നിനക്ക് എന്തുകൊണ്ട് സാധിക്കില്ല, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാനും നിന്റെ കൂടെ തന്നെ ഇല്ലേ, തീർച്ചയായും നിനക്കത് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഇവള് ഞാൻ എന്തായാലും ട്രൈ ചെയ്യാന്ന് പറയുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ഹോമിങ്ങിന്റെ ഫാമിലിയോടൊപ്പമാണ് ഉള്ളത്. ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇവളുടെ ആ ഒരു കുക്കിംഗ് ഷോയുടെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഹോമിങ് ആണെങ്കിൽ അവന്റെ ബ്രദറിനെയും കൂട്ടിക്കൊണ്ട് എത്തുന്നു. ഇവര് 2 മക്കളാണ്. ആ ഒരു ബ്രദറിന്റെ പേര് ഹോച്ചൻ എന്നാണ്. അവനാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണ്. അവൻ പെട്ടെന്ന് TV ഓൺ ചെയ്യുമ്പോൾ അതിലാണെങ്കിൽ അച്ഛനെ കാണുകയാണ്. ഇവരുടെ കമ്പനി ആണെങ്കിൽ ഒരു നാട്ടും പ്രദേശത്ത് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അതിനിടയ്ക്ക് അവിടുത്തെ ഒരു നാട്ടുകാരൻ വന്ന് നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഈ ഒരു ഗ്രൂപ്പ് അവരുടെ ഗ്രാമത്തിലോട്ട് എത്തിയതിന് വളരെ നന്ദിയുണ്ട്, ഇത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണകരമാണ്, അഭിമാനമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നന്ദി അറിയിക്കുകയാണ്. പക്ഷെ ആ ഒരു വ്യക്തിയെ ടിവിയിൽ കാണുന്ന സമയത്ത് ഷുയാന്റെ എല്ലാ സന്തോഷവും പോവുകയാണ്. കാരണം അത് മറ്റാരുമല്ല, ഇവളുടെ സ്വന്തം അച്ഛനാണ്. ആ ഒരു നാടെന്ന് പറയുന്നത് ഇവളുടെ നാടും. അപ്പൊ ഹോമിങ്ങിന്റെ ഫാദർ ആണെങ്കിൽ ഇവളോട് ആ ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് മോള് ഈ നാട്ടുകാരിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ഒന്ന് ഇതായിട്ട് കുറച്ചു സമയം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇത് ഇവളുടെ പാരന്റ്സിന്റെ നാടാണ്. പക്ഷെ ഇവരോട് അതെ, ഇത് എന്റെ ഗ്രാൻഡ്മ ഇതിനടുത്തുള്ള ഒരു വില്ലേജിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. ഇവളുടെ ഗ്രാൻഡ്മ ഉള്ള സ്ഥലമാണല്ലോ ഇവളുടെ യഥാർത്ഥ സ്ഥലം. ഇവളുടെ ഗ്രാൻഡ്മ താമസിക്കുന്നത് ഈ ഒരു വില്ലേജിന് അടുത്തുള്ള മറ്റൊരു സ്ഥലത്താണ്. സോ ആ ഒരു കാര്യം അവൾ അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു നാടായിട്ട് ഒരു പരിചയം ഇല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഹമിങ്ങിന്റെ ഫാദർ ഈ ഒരു നാടിന് ഇപ്പൊ ഒരുപാട് പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവളും അതെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നു. ആ ഒരു ന്യൂസ് ചാനലാണെങ്കിൽ ഇവളുടെ അച്ഛൻ ഇദ്ദേഹത്തിന് കയ്യും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇവൾക്ക് എന്തോ പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ ടിവിയിൽ കാണുന്നത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ആവുകയാണ്. ഇവർക്ക് അറിയില്ലല്ലോ അത് അവളുടെ സ്വന്തം അച്ഛനാണ് എന്ന കാര്യം. ഇവളെ അറിയിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ആ ഒരു ഫാമിലിയാണ് കാണുന്നത്. ഇവളുടെ അച്ഛനും അമ്മയും അവരുടെ ആ ഒരു ചെറിയ ഗ്രാമത്തില് ഒരു ചെറിയ സലോൺ പോലത്തെ ഒരു ഷോപ്പൊക്കെ നടത്തി വരികയാണ്. അപ്പോ അവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇദ്ദേഹത്തെ ടിവിയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ നാട്ടിലെ ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുകഴ്ത്തിയിട്ട് അല്ല നിങ്ങളുടെ ഇളയ മകള് എന്താ ചെയ്യുന്നത്, ജോലി ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോ ഇയാൾ കുറച്ചു സമയം ഒന്നും മിണ്ടാതെ നിന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ എന്ത് പറയാനാ, അവള് ഞങ്ങളെ വിളിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, അവളെക്കാൾ ഉപരി ഞങ്ങളുടെ മൂത്ത മകളാണ് ബെറ്റർ, അവള് ഞങ്ങളോടൊപ്പം തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്, അവളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി എന്ന് പറയുമ്പോ ഇവരും അവളുടെ കല്യാണമൊക്കെ ഉടനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇദ്ദേഹവും ഉടനെ തന്നെ ഉണ്ട്, എന്റെ ഫ്യൂച്ചർ മരുമകൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ വളരെ ഇതായിട്ട് പറയുന്നു. അതിനുശേഷം ഇവരുടെ മൂത്ത മകളെയാണ് കാണുന്നത്. ഈ ഒരു പെൺകുട്ടിയെ മറ്റേതെങ്കിലും ഡ്രാമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവൾക്ക് ശേഷമാണ് നമ്മുടെ ഷോയാൻ ജനിക്കുന്നത്. പക്ഷെ അവളെ പണ്ടേ തന്നെ ഇവര് ഉപേക്ഷിച്ചതാണല്ലോ. ഈ ഒരു പെൺകുട്ടിയുടെ പേര് ലിൻ എന്നാണ്. ഇവളാണെങ്കിൽ ഒരു മേക്കപ്പിന്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് ഒരു ശല്യക്കാരനാണെങ്കിൽ ഇവളെ വന്ന് ഒരുപാട് ശല്യം ചെയ്യാണ്. എന്നെ വീചാറ്റില് ആഡ് ചെയ്യുകയാണെങ്കിൽ
ഞാൻ നിനക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ സാധനം എടുക്കാൻ വരുമ്പോൾ തന്നേക്കാം, ഞാൻ ഇന്ന ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളോട് കൊഞ്ചുമ്പോ ഇവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇയാളുടെ സാധനം എടുത്തു കൊടുക്കുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ അപ്പോഴും പോകുന്നില്ല, ഇവളുടെ കയ്യിൽ കയറി പിടിക്കാണ്. സോ ഇവളെ ക്ഷമിച്ച് നല്ല ദേഷ്യം വന്ന് ഇയാളുടെ ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ വെച്ച് നല്ലൊരു ചവിട്ട് കൊടുക്കാണ്. അപ്പൊ അയാളുടെ വൈഫ് ആണെങ്കിൽ ഓടിക്കൊണ്ട് വന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എന്നെ ചവിട്ടി എന്ന് പറയാണ്. സോ ഈ ഒരു വൈഫ്, നീ എന്തിനാടി എന്റെ ഹസ്ബൻഡിനെ തല്ലിയത് എന്ന് ചോദിച്ച് ഇവർ തമ്മിൽ നല്ലൊരു കച്ചറ തന്നെ ആവുകയാണ്. അതിനുശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനാണ് കാണുന്നത്. ആ ഒരു സംഭവം കുറച്ച് അത്യാവശ്യം ഗുരുതരമായി. ഇവൾക്ക് ഒരു ഫിയാൻസി ഉണ്ടല്ലോ, അവൻ തന്നെയാണ് ഇവളെ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നത്. ഇത് ഇവളുടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇവളോട് ആരെങ്ങനെയൊക്കെ പെരുമാറാൻ വന്നാലും നല്ലത് ഇവളെ തിരിച്ചു കൊടുക്കാറുണ്ട്. അത് മിക്കപ്പോഴും പോലീസ് സ്റ്റേഷൻ വരെ എത്താറുമുണ്ട്. ഈ ഒരു ബോയ് ഫ്രണ്ടിനെ തൽക്കാലം നമുക്ക് ഷൻ എന്ന് വിളിക്കാം, ഇവന്റെ പേര് മറ്റൊന്നാണ്. അപ്പോ ഇവളാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവനോട് ഒന്നും മിണ്ടാതെ മറ്റൊരു വഴിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അല്ല, നമ്മൾ ആ വിവാഹക്കാരെ സംസാരിക്കാനായിട്ട് എന്റെ വീട്ടിലേക്ക് പോകാന്നല്ലേ പ്ലാൻ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും പിന്നെ അവനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്നത് ഇവന്റെ പാരന്റ്സിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവളൊരു പ്രശ്നക്കാരി ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പെണ്ണിനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ അതിന്റേതായിട്ടുള്ള താല്പര്യക്കുറവ് ഇവൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഷെന്നാണെങ്കിൽ ഇവളെ കാമാക്കി കൂട്ടിക്കൊണ്ട് വന്നിട്ട് അച്ഛനോട് വിവാഹ കാര്യങ്ങളെ പറ്റിയുള്ള ചെലവുകളും ഗസ്റ്റിനൊക്കെ താമസിക്കുന്ന സ്ഥലവും എല്ലാ കാര്യങ്ങളും ഇവൻ പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ ഇദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇത്ര പൈസയും എല്ലാ ഹോട്ടൽ റൂമുകളും ഇങ്ങനെയാണ്, ഇവിടെയാണ് ഇത്ര ചെലവും എന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറയാണ്. അപ്പോ അച്ഛൻ ഇവനോട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് ഒരുപാട് പൈസയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വരില്ലേ, അതെന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അത് അച്ഛൻ തന്നെ എടുത്തോ, ഞങ്ങൾ രണ്ടുപേരും അത് മുന്നേ തന്നെ തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അത് അറിഞ്ഞിട്ട് പോലുമില്ല. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണല്ലോ ആ ഒരു വിവാഹം ഫുള്ള് നടത്തുന്നത്. പക്ഷേ കിട്ടുന്ന പൈസ മൊത്തം അച്ഛന് കൊടുക്കാം എന്നാണ് ഇവൻ പറയുന്നത്. അത് കേട്ട് ഇവളാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച് ഇവനോട് സംസാരിക്കാനായിട്ട് ഇവനെ തട്ടുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ അത് കാണുന്ന ഭാവം പോലും കാണിക്കുന്നില്ല. പക്ഷെ അവനത് ഫീൽ ആവുന്നുണ്ട്. ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവന്റെ ബാങ്കിൽ വെച്ച് നടത്തുന്നുണ്ട്. 20 സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ 20 സീറ്റോ, അതൊന്നും പോരാ, അതിൽ കൂടുതൽ വേണം എന്ന് പറയുമ്പോ ഷെന്ന്, അതൊന്നും പറ്റില്ല, ഞങ്ങളുടെ ബാങ്കിന്റെ റൂൾ അനുസരിച്ച് 20 സീറ്റ് മാത്രമേ പറ്റൂ, അതിൽ കൂടുതലാവുകയാണെങ്കിൽ ഞങ്ങള് മുകളിൽ സമാധാനം പറയേണ്ടി വരും എന്ന് പറയുമ്പോ ഇവന്റെ അമ്മ, 10 സീറ്റ് കൂടുതൽ ബുക്ക് ചെയ്യുന്നതാണോ നിനക്ക് ബുദ്ധിമുട്ട്, ഇതുപോലൊരു പെണ്ണിനെ കൂടെ കൂട്ടുന്നത് ബുദ്ധിമുട്ടില്ലേ, ഒരു മാസം 4-5 തവണയല്ലേ നീ ഇവളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ പോകുന്നത്, അതൊന്നും നിന്റെ ജോലിയെ ബാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് ദേഷ്യം വരാണ്. ഇവനെ നോക്കുമ്പോ ഇവനാണെങ്കിൽ ഒന്നും അവരോട് തിരിച്ചു പറയുന്നതേ ഇല്ല. അവൻ അവന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആന്റി നിങ്ങളെ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, ഞാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഇന്ന് തന്നെ അയാളെ എന്നെ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വന്നത്, പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഇവരാണെങ്കിൽ ഇവളൊരു പ്രശ്നക്കാരിയാണ്, ഇവളെ കല്യാണം കഴിക്കുന്നത് ഇവരുടെ മകനൊരു ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലേക്കാണ് ഇവർ സംസാരിക്കുന്നത്. അതൊക്കെ കേട്ടിട്ടും ഷെന്നാണെങ്കിൽ കണക്ക് കൂട്ടലാണ്. ഇവൾക്ക് സപ്പോർട്ടായിട്ട് ഒരു കാര്യവും സംസാരിക്കുന്നില്ല, അമ്മയോടൊന്ന് ജസ്റ്റ് മിണ്ടാതിരിക്കാൻ പോലും പറയുന്നില്ല. സോ അതൊക്കെ കേട്ട് ഇവള് കുറെ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ലൈഫാണ് താൻ മുന്നോട്ട് ജീവിക്കുന്നതെങ്കിൽ എന്തായാലും അതത്ര നല്ലതായിരിക്കില്ല എന്ന് ഇവൾക്ക് ഇപ്പോൾ കൺഫേം ആയിട്ട് ബോധ്യമാണ്. ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇവൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവന്റെ വീട്ടുകാര് ഇവളെ തള്ളി പറഞ്ഞാൽ പോലും. സോ അങ്ങനെ ഒരു ലൈഫ് ഇവൾക്ക് വേണ്ടാന്ന് ഇവൾക്ക് ഇപ്പോ തോന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അതിനെപ്പറ്റി അവിടെ ഇരുന്ന് കാര്യമായിട്ട് തന്നെ ആലോചിക്കാണ്. അപ്പോ ഷെന്നാണെങ്കിൽ അവന്റെ വരവും ചെലവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവളോട്, ലിൻ, നമുക്ക് 17,000 യുവാൻ ബാലൻസ് വരുന്നുണ്ട്, അതിന് നമുക്ക് ഹണിമൂൺ പോയാലോ എന്ന് ചോദിക്കുമ്പോ അത് നീ സ്വന്തമായിട്ട് പോയാൽ മതി, നീ സ്വന്തമായിട്ട് തന്നെ പോയി ആഘോഷിക്ക്, ഞാനങ്ങ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ഇവളെ വേണ്ടാന്ന് വെക്കുമ്പോൾ തന്നെ ഇവൾക്ക് വളരെ സമാധാനമാവുകയാണ്. അതിനുശേഷം ഇവളെ വീട്ടിൽ വന്നിട്ട് ഇവളുടെ പാരന്റ്സിനോട് ഒന്നും പറയുന്നില്ല, കല്യാണം മുടക്കിയ കാര്യമൊന്നും. ഇവൾക്ക് ഷൂയാനുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവര് മെസ്സേജ് അയക്കാറുണ്ട്. സോ ഇപ്പോൾ ഷൂയാന് മെസ്സേജ് അയച്ചാൽ നീ എവിടെയാ, ജോലി കഴിഞ്ഞോ, ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈയും കാര്യങ്ങളൊന്നും അയക്കുന്നില്ല, താൻ ജോലിയിലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ഇവളാണെങ്കിൽ അച്ഛനോട് ആ ചെറുക്കന്റെ വീട്ടുകാർ തന്ന പൈസയൊക്കെ ചെലവാക്കിയോ അച്ഛാ എന്ന് ചോദിക്കുന്നു. അതായത് ഒരു ഡൗറി ആയിട്ട് ചെറുക്കന്റെ വീട്ടുകാർ ഇവർക്ക് മണി കൊടുക്കുമല്ലോ. സോ ആ ഒരു കാര്യം ചോദിക്കാണ്. അപ്പൊ അച്ഛനും, അതെ ചെലവാക്കി, ഞാനത് നിന്നോട് ചോദിച്ചിട്ടല്ല ചെയ്തത്, ആ പൈസക്കല്ലേ നമ്മളെ ഷോപ്പ് പുതുക്കിയത്, പഴയ ഷോപ്പ് കൊടുക്കുകയും ചെയ്തത്, എന്താ വല്ല പ്രശ്നമുണ്ടോ, അവന്റെ അച്ഛനും അമ്മയും വല്ലതും ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ലില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഇവൾക്ക് ഷെന്നാണെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവളാണെങ്കിൽ അതിനൊന്നും റിപ്ലൈ എടുക്കാൻ പോകുന്നില്ല. സോ ഇവളുടെ പാരന്റ്സിനോട് വന്ന്, എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒരു ട്രിപ്പ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് ഞാൻ ഇന്ന സിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇവരും, ശരി നീ ആ ഒരു കാര്യം ഷെന്നിനോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. അപ്പൊ അച്ഛനും അമ്മയും
നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ, എന്തായാലും എല്ലാ കാര്യങ്ങളും അവനോട് ഷെയർ ചെയ്യണം. അവനോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്താൽ മതി. നീയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, നിന്റെ അനിയത്തിയെ പോലെയൊന്നും ആവരുത് എന്നൊക്കെ ഇവളോട് പറയുമ്പോൾ ഇവൾ അവരോട് ഒന്നും പറയുന്നില്ല. ഇവളെ പിറ്റേന്ന് തന്നെ നമ്മുടെ ഷൂയാനുള്ള സിറ്റിയിലേക്ക് ഇപ്പോ എത്തിയിരിക്കുകയാണ്. മറ്റേ നാട്ടിലെ ജോലി എല്ലാം കളഞ്ഞിട്ടാണ് ഇവള് എത്തിയിരിക്കുന്നത്. ഇവള് ഒരുപാട് നാളായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് റീസൺ ഷിനിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവള് അവനെ വിട്ടെങ്കിലും അവൻ ഇവളെ വിട്ടിട്ടില്ലല്ലോ. സോ ഇവള് ഇപ്പൊ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷൂയാന്റെ കമ്പനിയിലേക്കാണ്. ഷൂയാനാണെങ്കിൽ വളരെ കൂളായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ കറക്റ്റ് ലിൻ ആണെങ്കിൽ ഇവളുടെ യഥാർത്ഥ പേര് വിളിച്ച് മുന്നിലോട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. പെട്ടിയും കിടക്കൊക്കെ ആയിട്ട്. ഷൂയാനാണെങ്കിൽ നല്ല രീതിയിൽ ഇവളെ കണ്ട് സർപ്രൈസ് ആവുകയാണ്. ലിൻ പറയാതെ ആണല്ലോ ഇങ്ങോട്ട് എത്തിയത്. ലിൻ ആണെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റിൽ ഇവളോട് സംസാരിക്കാനായിട്ട് വരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവരെ പരസ്പരം കാണുന്നത്. പക്ഷെ ഷൂയാനാണെങ്കിൽ ഇവളെ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ എന്റെ കല്യാണം ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് ഞാനിപ്പോ ഫുള്ള് ഫ്രീ ആണ്. ആ ഒരു ഭാഗ്യം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിറ്റിയിലേക്ക് തന്നെ വന്നത്. പക്ഷെ ഇതുവരെ താമസിക്കാൻ സ്ഥലമൊന്നും എനിക്ക് ആയിട്ടില്ല, ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷൂയാൻ ഇവളെ കൂട്ടിക്കൊണ്ട് നമുക്ക് അടുത്തുള്ള ഒരു കഫേയിൽ പോയിരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ലിൻ ആണെങ്കിൽ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇവര് പുറത്തേക്ക് വരുമ്പോൾ കറക്റ്റ് ഹാമിങ് ആണെങ്കിൽ ഇവളെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ കണ്ട് നല്ല രീതിയിൽ ഷോക്കാവുന്നു. ലിനിനെ കുറിച്ച് ഒന്നും തന്നെ ഇവനോട് ഇവള് പറഞ്ഞിട്ടില്ലല്ലോ. മറ്റൊരു ഐഡന്റിറ്റിയിൽ തന്നെയാണ് ഇവള് ജീവിക്കുന്നത്. അപ്പോ ഇവനെ കണ്ട് ലിനി ഇവളോട് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഒന്നും പറയുന്നില്ല. പക്ഷെ ലിനിന് ഇത് ഇവളുടെ ബ്രദർ ഇൻ ലോ ആണ് എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹായ് പറയാണ് ഹാമിങ്ങിനോട്. അതുകൊണ്ട് തന്നെ ഹാമിങ്ങും ഷൂയാനോട് അല്ല ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നത് ഇതെന്റെ കസിൻ ആണ് എന്നാണ്. ഹാമിങ്ങും ഇവളെ പരിചയപ്പെട്ടിട്ട് ഇവരോടൊപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പൊ ഷൂയാൻ ഇല്ല, ഇവള് ഇപ്പൊ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ, നല്ല ക്ഷീണമുണ്ട്, അവള് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ, നമുക്കും പിന്നെ എപ്പോഴെങ്കിലും പുറത്തു പോവാം, ഞാൻ ഇവൾക്കൊരു കമ്പനി എടുക്കട്ടെ, ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവനും ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോ ലിനിനാണെങ്കിൽ ഷൂയാൻ കസിനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അതിനുശേഷം ഷൂയാൻ ഇവൾക്ക് വേണ്ടി ഒരു ഹോട്ടൽ റൂം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇവള് താമസിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ലിനിനെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല, മറ്റൊരു സ്ഥലമാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ലിൻ ഇവളോട് നിന്റെ ബോയ് ഫ്രണ്ട് റിച്ച് ആണല്ലേ, അയാളുടെ മുന്നിൽ ഞാൻ നിന്റെ സിസ്റ്റർ ആണെന്ന് പറയുന്നത് നിനക്ക് കുറച്ചിലാണോ, അതുകൊണ്ടാണോ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇവള് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വെക്കോ, നീ കല്യാണം മുടക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്, അതും പാരന്റ്സിനോട് പറയാതെ, അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും, നീ തിരിച്ചു വെക്കോ എന്ന് പറയുമ്പോ ഇവള് ഞാനിവിടെ സെറ്റിൽ ആയിട്ട് എന്തായാലും ആ കാര്യങ്ങളെ വീട്ടിൽ അറിയിക്കും, ഞാൻ അതല്ലല്ലോ നിന്നോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ നിന്റെ ബോയ് ഫ്രണ്ടിനോട് ഞാൻ നിന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ ഇവള് കുറച്ചു സമയം ആലോചിച്ചിട്ട് ഞാനും മുത്തശ്ശിയാണ് സ്വന്തമായിട്ട് വീട് വാങ്ങിയത്, എന്റെ സർനെയിം എന്റെ മുത്തശ്ശിയുടേതാണ്, നിങ്ങളുടേതല്ല, സോ നിനക്കറിയാം എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശി മാത്രമാണെന്ന് എന്ന് പറയുമ്പോൾ ലിന്നും അതെനിക്കറിയാം, നീ എന്റെ പാരന്റ്സുമായിട്ട് അത്ര ക്ലോസ് അല്ലെന്ന് അറിയാം, പക്ഷേ നമ്മൾ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഷൂയാൻ അത് നീ ചിന്തിക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, നീ ഇങ്ങോട്ട് വന്നത് എന്നോട് പറയാതെയാണ്, അതുകൊണ്ട് നിനക്ക് ചെയ്യാവുന്നതില്ല ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, നീ ഇവിടെ എൻജോയ് ചെയ്തിട്ട് പെട്ടെന്ന് എന്റെ നാട്ടിലേക്ക് പോക്കോ, വെറുതെ പാരന്റ്സിനെ ടെൻഷൻ അടിപ്പിക്കണ്ട, പിന്നെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പക്ഷേ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഷൂയാൻ ആണെങ്കിൽ അവളുടെ അക്കൗണ്ടിലേക്ക് 10,000 യുവാൻ ചെലവിനൊക്കെ ആയിട്ട് ഇട്ടും കൊടുക്കുന്നു. ഷൂയാൻ അങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ലിന്നിനും നല്ല നിരാശ ആക്കാണ്. അതുപോലെ തന്നെ ഷൂയാനും നല്ല നിരാശയിൽ തന്നെയാണ് ഉള്ളത്. ലിന്നാണെങ്കിൽ ഇവരുടെ കുട്ടിക്കാല ഫോട്ടോ എടുത്ത് നീ എന്ത് ക്രൂരത്തിയാടി, ഞാൻ നിന്നെ അന്ന് രക്ഷിക്കാൻ പാടില്ലായിരുന്നോ എന്ന് വളരെ ദേഷ്യത്തിൽ പറയാണ്. അപ്പൊ ഇവിടെ ഷൂയാൻ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഇവളെ എപ്പോഴും മറ്റു കുട്ടികള് ഇവളെ കളഞ്ഞു കിട്ടിയതാണ്, ഇവൾ അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നല്ലോ. കളിയാക്കുക മാത്രമല്ല കല്ലും മണ്ണും വാരിയൊക്കെ എറിയായിരുന്നു. അങ്ങനെ ഇവളെ വിഷമിച്ചിരിക്കുന്ന ഒരു ദിവസം ലിന്നാണ് അങ്ങോട്ടേക്ക് വന്ന് ഇവളെ ആക്രമിച്ചവരെയൊക്കെ പിടിച്ച് തള്ളിയിട്ട് ആർക്കാടാ എന്റെ സിസ്റ്ററിനെ തൊടാൻ ഇത്ര ധൈര്യം എന്ന് ചോദിച്ച് അവരെല്ലാം പേടിപ്പിക്കുകയാണ്. സോ ഇവളെ ഫസ്റ്റ് ടൈം ചേർത്ത് പിടിച്ചത് ലിന്നാണ്. ആ ഒരു സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഇവളുടെ പാരന്റ്സിനെ വിളിപ്പിച്ചിട്ട് യാന സ്കൂളിൽ പോകാനുള്ള സമയമായി, അവൾക്ക് വേണ്ടി നിങ്ങളൊരു നല്ല സ്കൂള് കണ്ടെത്തണം, അവളെ പഠിപ്പിക്കണം, ഇത്രയും വർഷം നിങ്ങൾ അവളുടെ പാരന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, നിങ്ങളുടെ ദൗത്യങ്ങൾ നിറവേറ്റിയിട്ടില്ല, പക്ഷെ അവളെ സ്കൂളിൽ ചേർക്കുന്ന കാര്യത്തില് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാന്ന് വിചാരിക്കണ്ട, എത്രയും പെട്ടെന്ന് അവളെ നല്ലൊരു സ്കൂളിലാക്കി പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛനും ശരിയാണ് അമ്മ, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവാനാണ്, അവളെ സ്കൂളിൽ പഠിപ്പിക്കാനും ആക്കാം, ഞങ്ങള് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നും നേരെ ചൊവ്വേ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് മതി നിർത്ത്, നിങ്ങളുടെ പ്രഹസനമൊന്നും വേണ്ട, മര്യാദയ്ക്ക് ആ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ ചേർത്തോ, എനിക്കറിയാം നിങ്ങളൊരു ആൺകുട്ടിയാണ് പ്രതീക്ഷിച്ചതെന്ന്, പക്ഷെ കിട്ടിയത് ഒരു അസുഖമുള്ള കുട്ടിയെ, അതുകൊണ്ട് നിങ്ങൾ അവളെ ഇഷ്ടപ്പെട്ടില്ല, ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പൊ അവള് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, ഇനിയെങ്കിലും നിങ്ങൾക്ക് അവളുടെ ലൈഫ് സംരക്ഷിച്ചൂടെ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ മിസ്റ്റേക്ക് അറിയാമേ, മനസ്സിലായി, ഞങ്ങൾ എന്തായാലും ഇനി അവൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കും, അവളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇവളെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഷൂയാനും വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് വരുന്നത്. കാരണം ഇവൾക്ക് പാരന്റ്സിനെ കിട്ടുകയാണല്ലോ. പക്ഷേ ഇവളുടെ മുത്തശ്ശിയാണെങ്കിൽ ഇവളുടെ സാധനങ്ങളെ എല്ലാം പാക്ക് ചെയ്ത് അമ്മയോടും അച്ഛനോടൊപ്പമാണ് ഇനി നീ താമസിക്കേണ്ടത്. നല്ല അനുസരണമുള്ള കുട്ടിയായിരിക്കണം. മോക്ക് സാധിക്കുമെങ്കിൽ മോളുടെ എല്ലാ കാര്യങ്ങളും മോള് തന്നെ നോക്കണം. നിന്റെ ചേച്ചിയായിട്ട് വഴക്കിനൊന്നും പോയേക്കരുത് എന്നെല്ലാം തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയെ വിട്ടു പിരിയുന്നതിൽ ഇവൾക്കും മുത്തശ്ശിക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവളോട് മോളെ ഇനി മുതൽ ഇതാണ് നിന്റെ വീട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവളോട് ഞാൻ നിന്നെ കുളിപ്പിച്ചു തരാം, നമുക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവള് വേണ്ടമ്മേ, എനിക്ക് സ്വയം കുളിക്കാൻ അറിയാം എന്ന് പറയുന്നു. അപ്പൊ ഇവരന്തം വിട്ടു പോവാണ്. ഇത്രയും വലുതായിട്ടുള്ള ലിൻ പോലും സ്വന്തമായിട്ട് അവളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാറില്ല. പക്ഷെ ഷൂയാൻ അങ്ങനെ ആയിരുന്നില്ല. അവളുടെ കാര്യങ്ങൾ എല്ലാം അവള് തന്നെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ കുറച്ചു നാള് അവളുടെ ലൈഫ് ആ ഒരു വീട്ടില് അവരോടൊപ്പം പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ദിവസം ഇവളുടെ അച്ഛനും അമ്മയും വീട്ടിലില്ല. പക്ഷെ അടുക്കളയിലാണെങ്കിൽ അമ്മ വെച്ചിട്ട് പോയ ഒരു സാധനം ഓഫ് ചെയ്യാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അതിന്റെ പുകയും കാര്യങ്ങളൊക്കെ ഫുള്ള് ആ ഒരു വീട് മൊത്തം ആയിരിക്കാണ്. ലിന്നും ഷൂയാനും മാത്രമായിരുന്നു വീട്ടില് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ആ ഒരു പുക ശ്വസിച്ച് മയങ്ങി പോകുന്നു. കൊച്ചുകുട്ടികളാണല്ലോ. കുറച്ചു സമയം കഴിഞ്ഞ് അച്ഛൻ വരുമ്പോഴാണ് അത് കാണുന്നത്. പെട്ടെന്ന് തന്നെ പോയി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇയാൾ നോക്കുമ്പോൾ ലിന്നാണെങ്കിൽ ബോധം പോയി കിടക്കാണ്. സോ അവളെ പെട്ടെന്ന് തൂക്കിയെടുത്ത് ഇയാളെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവർക്ക് മറ്റൊരു മകളുണ്ട്, ആ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ അയാൾ മറന്നുപോയി. ലിനിനെ മാത്രമാണ് അയാളെ രക്ഷപ്പെടുത്തുന്നത്. വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നാട്ടുകാരെ മൊത്തം കൂട്ടി ഇവര് ആ ഒരു കൊച്ചിന് ബോധം വന്നിട്ടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വെപ്രാളത്തിലാണ്. അപ്പോഴാണ് അമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് വരുന്നത്. എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളും കാര്യം പറയുന്നു. അപ്പോഴാണ് ഇവര് ഷൂയാൻ അകത്തുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവര് ആ ഒരു കുഞ്ഞിനെ പോയി രക്ഷിക്കുന്നത്. മാത്രമല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും വളരെ കെയറോടുകൂടി ആശ്വസിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും പേടി മാറ്റുന്നതും എല്ലാം തന്നെ മൂത്ത മകളോട് മാത്രമാണ്. ഇവളെ തിരിഞ്ഞുപോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവൾക്കാണെങ്കിൽ ഇപ്പോ 10-12 വയസ്സായിരിക്കാണ്. ഇവളുടെ ഒരു ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. ഇവളെ വളരെ സന്തോഷത്തിൽ അച്ഛനോടും അമ്മയോടൊപ്പം ആഘോഷിക്കാം എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അവളുടെ പാരന്റ്സ് ആണെങ്കിൽ ഇവളെ വീട്ടിലേക്ക് വരുമ്പോൾ വളരെ ധൃതിപ്പെട്ട് ലിന്നാണെങ്കിൽ സ്കൂളിൽ എന്തോ അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോവാണ്. ഇവൾക്കുള്ള നൂഡിൽസ് ഇരിപ്പുണ്ട്, അതുണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ് അവര് പോകുന്നത്. സോ ഇവള് അന്ന് അവളുടെ ബർത്ത്ഡേ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവളുടെ മുത്തശ്ശി പക്ഷെ അത് മറന്നിട്ടുണ്ടായിരുന്നില്ല. അവരെ വിളിക്കുമ്പോൾ വളരെ വിഷമത്തില് സങ്കടമായിട്ട് ഇവളെ കരയാണ്. അപ്പൊ മുത്തശ്ശിയും ഇവളെ ആശ്വസിപ്പിച്ച് മോള് കരയണ്ട, എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവളും വരാമെന്ന് പറയുന്നു. അത് കുറച്ച് അടുത്ത് തന്നെയാണ്. ഇവൾക്കാണെങ്കിൽ ഇവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് എത്തിയിട്ട് പോലും ഒരു സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരെപ്പോഴും മൂത്ത മകളുടെ കാര്യങ്ങളാണ് നല്ല രീതിയിൽ നോക്കുന്നത്. അവളെയാണ് എപ്പോഴും ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും. അതിനുശേഷം ഇവളാണെങ്കിൽ ഇപ്പോൾ +2 ആയിരിക്കാണ്. ഇവളുടെ ടീച്ചർ ആണെങ്കിൽ ഇവളുടെ അച്ഛനെ വിളിപ്പിച്ചിട്ട് മോൾക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൾക്ക് നല്ലൊരു ടോപ്പ് കോളേജിൽ അഡ്മിഷൻ എന്തായാലും ഉറപ്പാണ്, അവളെ പഠിപ്പിക്കണം, എൻട്രൻസ് കോച്ചിങ്ങിന് വിടണം എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ മാഡം എനിക്കറിയാം, പക്ഷേ അവള് എൻട്രൻസ് എക്സാം എഴുതുന്നില്ല, ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ടീച്ചർ തന്നെ ഞെട്ടിപ്പോവാണ്. ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ എന്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ വിടുന്നില്ല എന്ന് ചോദിക്കുന്നു. അതെല്ലാം തന്നെ പുറത്തു നിന്ന് ഷൂയാൻ കേൾക്കുന്നുണ്ട്. സോ ഇയാള് ന്യായമായിട്ട് പറയുന്നത് ഇയാളുടെ ബാധ്യതകൾ കാരണം അവളെ പഠിപ്പിക്കാനാവില്ല, ഞങ്ങള് അവൾക്ക് വേറെ നല്ലൊരു ഫ്യൂച്ചർ കൊടുത്തോളാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ അത് കേട്ട് സഹിക്കവയ്യാതെ അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കാണ്. ടീച്ചറിന്റെ മുന്നിൽ വെച്ച് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ച്. അപ്പോ ഇയാളാണെങ്കിൽ ഉടനെ തന്നെ ഞാനാണ് ഗൃഹനാഥൻ, ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കിറങ്ങി പോവാണ്. ഇവളും കരഞ്ഞോണ്ട് അയാളുടെ പിന്നാലെ തന്നെ ചെന്ന് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാള് കോളേജിൽ പഠിപ്പിക്കുന്നതിന് ഒരുപാട് പൈസ വേണം, ഞങ്ങളുടെ കയ്യിൽ അതില്ല, രണ്ടുപേരുടെ പഠനമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ലിനിനെ മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ, നിന്നെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവള് അപ്പൊ എന്റെ കാര്യം അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു ജോലി കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാം, നീ ജോലിക്ക് പോക്കോ, ഞങ്ങളുടെ കൂടെ തന്നെ കഴിയാം, ഞങ്ങൾ നോക്കിക്കോളാം, നീ പഠിക്കാന്ന് വേണ്ട എന്ന് പറയുമ്പോൾ ഇവൾക്ക് വിഷമം താങ്ങാൻ വയ്യ. ഇത്രയും നാള് ഇവളെ ഉള്ളിൽ കൊണ്ട് നടന്നതെല്ലാം തന്നെ ഇയാളോട് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാണ്. ശരിക്കും ഞാൻ നിങ്ങളുടെ മകളല്ലേ, നിങ്ങൾ എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത് ലിനിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾ എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല, നല്ലോണം പഠിച്ചു കഴിഞ്ഞാല് നല്ലോണം പെരുമാറി കഴിഞ്ഞാല് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാല് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും സ്നേഹിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ അതൊക്കെ എന്റെ വിചാരങ്ങൾ മാത്രമായിരുന്നു, എത്ര നാളുകൊണ്ട് ഞാൻ എന്നോട് തന്നെ നുണകൾ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കാന്നറിയോ,
എന്നൊക്കെ പറയുമ്പോൾ ഇയാളാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഞങ്ങളെ എല്ലാം നിനക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, രണ്ടു മക്കളെ ഞങ്ങൾ ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വാദിച്ചു നിൽക്കാണ്. ഇയാളുടെ തെറ്റുകൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ലിന്നാണെങ്കിൽ സ്കൂളിൽ ജസ്റ്റ് പാസ്സാണ് ആയിരിക്കുന്നത്, എന്നിട്ടാണ് അവൾക്ക് വേണ്ടി ടോപ്പറുള്ള കോളേജിൽ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നതും അതിനുവേണ്ടി പൈസ ചെലവാക്കുന്നതും ഒക്കെ. ഹൈ റാങ്കുള്ള ഇവളെ നിരസിക്കുന്നതും. സോ ഇവളാണെങ്കിൽ വളരെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ കരഞ്ഞ് ഇയാളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾക്ക് അതിനുള്ള മറുപടി ഇല്ല. അതുകൊണ്ട് തന്നെ ഇവള് വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് നല്ല ദേഷ്യം വന്ന് ഇവളെ തല്ലാണ്. സോ പിന്നെ അവള് ആ ഒരു ഫാമിലിയോടൊപ്പം നിന്നിട്ടില്ല, അവിടെ വെച്ച് ആ ഒരു ബന്ധം കട്ട് ചെയ്തതാണ്. എന്നിട്ട് ആ ഒരു മഴ മൊത്തം നനഞ്ഞ് ഇവളെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് വരുന്നത്. കരഞ്ഞു നിലവിളിച്ച ഇവളെ മുത്തശ്ശിയെ പോയി കെട്ടിപ്പിടിക്കുന്നു. അവർക്ക് മനസ്സിലായി ഇവൾക്ക് അവിടെ പൊരുത്തപ്പെട്ടു പോവാൻ ആയില്ല എന്ന്. അതിനുശേഷം ഇവളെ മുത്തശ്ശിയോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും മോശം ഒരു ലൈഫാണ് ഇവള് അനുഭവിച്ചിട്ടുള്ളത് ഇവളുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന്, അതും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവള് ലിനിനോട് പോലും ഒരു അകൽച്ച കാണിക്കുന്നത്. അപ്പോഴേക്കും ഹാമിങ് ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് അവന്റെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഇവളും വീട്ടിലേക്ക് പോവാതെ ഇവന്റെ അടുത്തേക്ക് വരുന്നു. ഇവൻ വിളിപ്പിച്ചത് 60 വർഷം പഴക്കമുള്ള ഇവന്റെ കയ്യിലുള്ള ആ ഒരു അഗീവിന്റെ പ്ലാന്റ് ഇന്ന് വിരിയാൻ പോവുകയാണ്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. സോ ആ ഒരു ചെടി കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വിരിയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഷുയാൻ, ഇവൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതിന്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണ് ഇത് വിരിയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഇനി നാളെ നശിക്കില്ലേ എന്ന് ഷുയാൻ ചോദിക്കുമ്പോൾ ഹാമിയും ഇതിന്റെ ഫുൾ സ്ട്രെങ്ത് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വിരിഞ്ഞ ശേഷം പിന്നീട് ഒരിക്കലും ഇതിന് ആയുസ് ഉണ്ടാവില്ല, അതിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം പൂർത്തീകരിച്ച് അത് അതിന്റെ ലൈഫ് അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇവള്, തീർച്ചയായും ഇത് നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണ്. നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളും ഇതുപോലെ ഇല്ലാതാവും. പക്ഷെ ആ ഒരു പ്രണയം അതുപോലെ തന്നെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, ഈ ഒരു ചെടിയെ പോലെ. പക്ഷെ ഒരിക്കലും അത് അവരുടെ പ്രണയത്തെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യില്ല, ലൈഫ് അവസാനിപ്പിക്കേണ്ടി വന്നാൽ പോലും എന്ന് പറഞ്ഞിട്ട് ഇവനോട്, നിങ്ങളെ കണ്ടുമുട്ടിയത് പോലെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് പോലെ, അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും, ഒരു മടിയും കൂടാതെ. ഞാൻ അതിനുവേണ്ടി ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഒന്ന് ആലോചിച്ചിട്ട്, പക്ഷേ ഞാനിപ്പോ ഫുൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവളുടെ ഫേസ് മാറുകയാണ്. അപ്പോ ഹാമിങ് ഇവളോട്, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത് അടുത്ത മാസം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതിലാണ്. ഇതിനു മുന്നേ തന്നെ എനിക്ക് തന്നെ വിവാഹം കഴിക്കണമായിരുന്നു, അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവൾക്ക് സമാധാനമാവാണ്. സോ അവര് കിസ്സൊക്കെ ചെയ്ത് അവരുടെ സ്നേഹപ്രകടനം നടത്തുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിയിൽ കാണാം.